അവനൊരു പണി ഒപ്പിച്ച്. അവനൊരു പണി ഒപ്പിച്ചു? എന്ത് പണി? അറിയുന്ന അവള് കുളിക്കുമ്പോ ഒരു പണി ഒപ്പിച്ചെന്ന് പറഞ്ഞു. കുളിക്കുമ്പോ പണി ഒപ്പിച്ച? ബാത്റൂമിൽ കളിയാണ് ചോദിച്ചപ്പോ പറഞ്ഞ് പിന്നെ അല്ലെങ്കിൽ അവന് അവളെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നല്ലേ. ഒരു ദിവസം ബാത്റൂമിലുള്ളവരെ ഇവനെന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് അവിടെ വെച്ച് എന്നിട്ട് വീഡിയോ എടുക്കാനാണ്. ഫോണ് എവിടെ? ബാത്റൂമിൽ ഫോൺ എടുത്ത് വെച്ചോ? അത് പറഞ്ഞ മനസ്സിലായില്ല. ഫോൺ എടുത്ത് അവിടെ വെച്ച് എവിടെയാണെന്ന് മനസ്സിലാവണ്ടേ? തണുപ്പ് പിടിച്ചിട്ട് എന്നിട്ട് പിന്നെ ബാത്റൂമില് ഫോൺ വെച്ച് വീഡിയോ പിടിക്കാൻ വെച്ചത്. കുളിക്കുന്ന ഇത് പിടിക്കാൻ വെച്ചതാണ്. അത് പിടിച്ച് എന്നിട്ട് ഒരു ദിവസം ഇവളറിയില്ല, ഇതൊന്നും ചെയ്തതൊന്നും ഇവളറിയില്ല. ഇവനിത് കണ്ട് രസിക്കൽ തന്നെ പണി. എല്ലാ ദിവസവും അവിടെ നിൽക്കുവോ? എല്ലാ ദിവസവും ഇല്ല, ആ ദിവസത്തത് ഇങ്ങനെ കാണും, എല്ലാ ദിവസവും കാണും. രസാന്നല്ലോ ഇങ്ങനെയുള്ളവർക്ക്. അപ്പൊ കണ്ട് അപ്പൊ ഇവന് ഇവളെ കാണുമ്പോ എന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ചിരിയും കളിയും. ഇതൊക്കെ ആദ്യം മനസ്സിലായില്ല ഇത് എന്തിനാണെന്ന്. എന്നിട്ട് ഒരു ദിവസം ഇവക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പൊ ഇവളത് കണ്ടിട്ട് ഞെട്ടി. എപ്പ പിടിച്ച് ഇവളറിയുന്നില്ലല്ലോ. അപ്പൊ അവളോട് പറഞ്ഞോലും ഇത് പിന്നെ കാണിച്ചിട്ട് പറഞ്ഞോലും നീ ഞാൻ പറയുന്ന സമയല്ല എന്റെ ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ ഞാനിതും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അയ്യോ പിന്നെ ഇവക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നും ഇല്ല. ഇവള് എന്നാ ചെയ്യാന്ന് എന്നോട് ചോദിക്കും. ഇവള് ഇനിയിപ്പൊ നിന്നിട്ടില്ലെങ്കിൽ ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്താ എന്നാ ചെയ്യാ? അത് പ്രശ്നമാണല്ല. ഇത് ആർക്കെല്ലാം അയച്ചു കൊടുക്കുക? ഈ ഫോണില് മറ്റേ ഇട്ടാല് ആർക്കുവാണെങ്കിലും കൊടുക്കാലോ. അല്ല, അത് കൊടുക്കാം. ഫോണിൽ അങ്ങനെ ഒരു സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവന്റെ ഭീഷണിയാണ് ഇത്. എന്നിട്ട് വിളിക്കുന്ന സമയത്തല്ലേ ഇവള് അവന്റെ കൂടെ പോണം. അതാണ് അവന്റെ ഡിമാൻഡ്. എന്നിട്ട് നിലവില് വല്ലതും സംഭവിച്ചോ? പോയോ? ഇവള് ഒരു പ്രാവശ്യം സമ്മതിച്ചു, അതുപോലെ തന്നെ. മുമ്പ് എന്താ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒരു തവണ അവന് കൊടുത്തു. അതുപോലെ ഇപ്രാവശ്യം കൊടുത്തു. പിന്നെ ഇവന്റെ ഫോണിലത് ഉള്ളിടത്ത് നിന്നാലോ ഇവന് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അപ്പൊ ഇപ്പൊ പിന്നെയും ഇവനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ നിൽക്കുന്നു. പിന്നെ ഇപ്പൊ ഒരു തവണ കൊടുത്തു കഴിഞ്ഞല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? കൊടുക്കല്ലാണ്ട്. ഇവനെ എന്ന് പറഞ്ഞാല് മാതിരി പയ്യനാണ്. അതെ, അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ചെയ്തത്. അതെ, ഇനി എന്ത് ചെയ്യുന്നു? അവളെ ഭർത്താവിനെ അയച്ചു കൊടുത്താലൊന്നും ചെയ്യാം. എങ്ങനെ കിട്ടിയെന്ന് ആരും ചോദിക്കൂലേ? അല്ല, അത് ചോദിക്കും. പക്ഷെ എങ്ങനെ കിട്ടിയ അവന് പറഞ്ഞൂടെ എനിക്കിത് വേറെ വഴിക്ക് കിട്ടിയ എന്താ ചെയ്യാൻ പറ്റുമോ? ഇവള് ആയിരിക്കോ ഇവളെ തന്നെ ഷൂട്ട് ചെയ്തെടുത്ത് അയച്ചു കൊടുത്തേന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞേ ഞാനെന്നാ അറിയണ്ടേ? അല്ല, അവൻ പറയുന്ന അനുസരിച്ച് അവനെല്ലാം സമ്മതിച്ചു കൊടുത്തു. അവൻ വേണ്ടുന്നതെല്ലാം അവളെ ചെയ്യുകയും ചെയ്തു. പിന്നെ പറയുമ്പോ പിന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ, കൊടുത്തല്ലേ പറ്റുള്ളൂ. അവൻ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അവൻ എന്തെല്ലാന്ന് എന്നിട്ട് ചെയ്തു കൊടുത്ത് അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരുമിച്ച് പറഞ്ഞ സാധാരണ കളി മാത്രമല്ലേ നമ്മള് കളിക്കും പോലെ പല കളികളിലേക്കും പോയോ?
അതൊക്കെ ചോദിക്കായിരുന്നില്ലേ? ആ പറയുന്ന പല കളിയും വേണ്ടി വരൂലേ? അല്ല അതൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത് കൊച്ചു പയ്യനാണോ അല്ലെങ്കിൽ? ചെറിയ പയ്യനൊന്നുമല്ല, എന്നാലും കല്യാണപ്രായമുള്ള പയ്യനാ. അപ്പൊ അവന് ഒന്നും അറിയാണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അറിയാണ്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവള് ഇത് കണ്ടപ്പോ തന്നെ അതല്ലല്ലോ ചെയ്യണ്ടേ. ഇവള് അപ്പൊ തന്നെ വീട്ടിലുള്ള ആരോടും പറയണ്ടേ ഈ പയ്യ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുളിക്കുമ്പോ വീഡിയോ ഒക്കെ എടുത്തു പറഞ്ഞു ആൾക്കാരോടൊക്കെ പറയണ്ടേ? എങ്ങനെ പറയൂ? അപ്പൊ പിന്നെ ആദ്യം ഉള്ളതല്ലേ നേരം അവനും പറയില്ലേ അവളുമായിട്ട് തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധമുണ്ട്, അതുകൊണ്ട് അവള് സമ്മതിച്ചിട്ട് ഞാനിത് എടുത്തത് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ട് പോവുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ എന്തിനാ അധികം എതിർക്കുന്നേ? ഇതൊക്കെ എന്ത് തന്നെയായാലും കുറെ കഴിയുമ്പോ നമ്മളൊക്കെ ഇല്ലാണ്ടാണ്ടല്ലേ. അപ്പൊ കിട്ടുന്ന സമയത്ത് കിട്ടുന്നത് പോലെ ഉപയോഗിക്കുക എന്നല്ലാണ്ട് എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് അല്ലേ പിന്നെ ആദ്യമേ ഇതിനൊന്നും നിക്കാൻ പാടില്ലേ? എന്നാ കുഴപ്പമില്ല. ഇത് പകുതി കൊടുത്തു കഴിഞ്ഞ് ഇനി കൊടുക്കാൻ പറ്റില്ല കാര്യം നടക്കുമോ? അവനൊന്നും വിചാരിക്കണ്ടാവും, അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ഇവളല്ലേ പെട്ടത്. അതെ, പിന്നെന്ത് വിടാൻ? ഇവള് വിട്ട് ഇവളിനി അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, വേറെ പെടാനൊന്നുമില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഇത് ഓരോന്ന് നടക്കുമ്പോ എന്നെ വിളിച്ചു ചോദിക്കും, ഞാൻ എന്ത് പറയാൻ? പറയണ്ടേ? നീ പറയാ ഇനി പ്രശ്നമൊന്നുമില്ല. എന്തായാലും സംഗതിയൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ എനിക്ക് അത്യാവശ്യത്തിന് ഈ സാധനം കിട്ടാനൊന്നുമില്ലല്ലോ. അപ്പൊ നിന്റെ അത്യാവശ്യ കാര്യങ്ങളും കൂടി നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്ക്. വേറെ എന്ത് ചെയ്യാന്? അങ്ങനെ പറയാ, നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്ന് പറയണ, എനിക്ക് ആളെ അറിയില്ലല്ലോ. പിന്നെ ഞാൻ നേരിട്ട് പറയാനാണ് നിന്നോട് ചോദിക്കുന്നു. അതെ, ഇതിപ്പോ അത്രേ പറയാനുള്ളൂ. വേറെ ഇതിന്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും പറയാനില്ല. കാരണം ഓൾറെഡി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു, പിന്നെ തുടർന്ന് കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടോ അതുകൊണ്ട് അങ്ങനെ പറയാ. കൊടുത്തോണ്ടേയിരുന്നു പറയാം. അവനാവശ്യപ്പെടുമ്പോ കൊടുക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അല്ലേ? നല്ലതല്ലേ? പറ്റൂ. പിന്നെ വേറെ ഇതിനകത്തൊന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? അപ്പൊ നമ്മള് ഇതിങ്ങനെ കണ്ടും കണ്ടില്ല എന്നൊക്കെ കേട്ട് മുന്നോട്ട് പോവാന്നല്ലാണ്ട് അതുകൊണ്ട് പിന്നെ അവള് ആദ്യേ ഇത് എല്ലാരോടും പറയണേ അല്ലേ, ഇങ്ങനെ കളിക്കുന്നു. അതുകൊണ്ട് ഇവളെങ്ങനെ കാണാൻ നല്ല പീസാണോ? കാണാൻ നല്ല പീസാണോ? ഒരു രസല്ലേ? തോന്നിയ അതൊന്നുമില്ല. ചോദിച്ചാടോ ഈ ഇങ്ങനെ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കൊള്ളാവുന്നു. അവള് കൊള്ളാമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഇതൊന്നുമല്ല കേട്ടാ. എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നുണ്ട്, അവന് കൊടുക്കുന്നുണ്ടല്ലോ, അത് മതി. പെടുത്തിയതല്ലേ? അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യാ. നമ്മളൊക്കെ എങ്ങനെയാണ് പാവങ്ങള്? ഞാൻ എവിടെയാ പെടുത്തിന്ന്? നമ്മളൊക്കെ പാവങ്ങള്. നീ എന്നെ പെടുത്തിയതല്ലേ? അയ്യോ, ഷോപ്പിലൊരു ചെറിയ സാധനം വാങ്ങിക്കാൻ വന്ന് എന്നെ പെടുത്തി. ഇപ്പൊ ഞാൻ നിന്റെ പറയുന്നല്ലേ, അതുപോലെ തന്നെയല്ലേ? അങ്ങനല്ലേ? എന്നെ പെടുത്തിന്ന് പറഞ്ഞാൽ മതി. ഞാനെവിടെയാ നിന്നെ പെടുത്തിയത്? നീ എന്നല്ലേ ഇങ്ങനെ സാധനം വാങ്ങാൻ ഷോപ്പിൽ വരുമ്പോ ഇങ്ങനെ കണ്ണും കയ്യും കാണിച്ച്. അങ്ങനൊന്നുമില്ല. അങ്ങനെ ആവശ്യക്കാർക്ക് സാധനം വിൽക്കലാണ് എന്റെ ജോലി. ഞാനത് പൈസ ഇല്ലാണ്ട് തന്നുകൊണ്ടേയിരിക്കുന്നു, നീ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ. ശരിയല്ലേ? അതാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കൊടുക്ക് കേട്ടോ. നിനക്ക്
തണുപ്പ് പിടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഒന്നും പറയണ്ട. നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ.